ആദ്യമായി ബി.ജെ.പി. അധികാരത്തിലെത്തിയ കോർപ്പറേഷനിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ആദ്യ ബഡ്ജറ്റ്. കോർപ്പറേഷന്റെ പട്ടികയിൽ ഉൾപ്പെട്ട 2000 കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നതാണ് പ്രധാന പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമില്ലാതെ സ്വന്തം നിലയിൽ വീടൊരുക്കുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി ഭവന യോജന എന്നാണ് പേര്. ആദ്യഘട്ടത്തിൽ 20 കോടി രൂപ മാറ്റിവച്ചു. 50 ലക്ഷം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ആയുധമാണിത്. PM ആവാസ് യോജന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കാത്തതിനാൽ നഗരത്തിൽ പ്രതിസന്ധിയിലായ ആളുകളെ രക്ഷിക്കാനാണ് പദ്ധതിയെന്നാണ് ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് കന്നി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. വസ്തുവുള്ള കോർപ്പറേഷന്റെ ഭവന സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കാണ് സഹായം. മറ്റ് സംസ്ഥാനങ്ങളിലെ വൻകിട കമ്പനികളുടെ CSR ഫണ്ടുകൾ ലക്ഷ്യമിട്ടാണ് കോർപ്പറേഷന്റെ നീക്കം. ഒരാൾക്ക് 4.5 ലക്ഷം രൂപ നൽകാനാണ് തീരുമാനം. മേയർ VV രാജേഷും കൌൺസിലർമാരും നടത്തിയ ഡൽഹി സന്ദർശനത്തിനിടെയാണ് ഇത്തരമൊരു പദ്ധതിക്ക് വഴി തുറന്നത് എന്നാണ് വിവരം. 200 ടോയ്ലറ്റുകൾ തയ്യാറാക്കാൻ 20 കോടിയും നീക്കിവച്ചു. സമാധാനത്തിന്റെ നഗരം. തലസ്ഥാനത്തെ സമാധാനത്തിന്റെ നഗരം എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്താൻ സിറ്റി ഓഫ് പീസ് എന്ന ആശയവും ബഡ്ജറ്റിലുണ്ട്. സമാന്തര സർക്കാർ എന്ന പോലെ ബൃഹത് പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നു. പ്രവാസികൾക്കായി ആഗോളതലത്തിൽ ഇടപെടാനും ആഗോള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും അന്താരാഷ്ട്ര ഓഫീസ് തുറക്കാൻ 10 ലക്ഷം മാറ്റിവച്ചു. രാത്രികാല ഷോപ്പിംഗ് സംവിധാനം ഒരുക്കാൻ 5 ലക്ഷം. വിദ്യാർത്ഥികൾക്ക് കരുതൽ. കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് പ്രഭാത ഭക്ഷണത്തിന് കോർപ്പറേഷന്റെ വിഹിതം 7 നിന്ന് 10 രൂപയാക്കി. ഇതിനായി 4 കോടി നീക്കിവച്ചു. സ്കൂളുകളിൽ ആവശ്യമുള്ള കുട്ടികൾക്ക് വീൽചെയർ ലഭ്യമാക്കാൻ 5 ലക്ഷം. വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കാൻ 25 ലക്ഷം. അടിയന്തര സേവനത്തിന് ചൈൽഡ് കെയർ ആംബുലൻസ് 1 ലക്ഷം. 8 മുതൽ 12 വരെ ക്ലാസുകളിൽ SC/ST കുട്ടികൾക്ക് സൈക്കിൾ നൽകാൻ 50 ലക്ഷം. ഒരു സ്കൂളിലെ 10 കുട്ടികൾക്ക് വീതം സ്കോളർഷിപ്പിന് 50 ലക്ഷം. സ്കൂൾ കെട്ടിടങ്ങൾക്കും ലാബ് നവീകരണത്തിന് 35 ലക്ഷം. ഏക രക്ഷിതാവുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് 10 ലക്ഷം. ക്യാമറ സ്ഥാപിക്കാൻ 10 ലക്ഷം. മൈക്ക്, TV, ഫ്രിഡ്ജ് സ്ഥാപിക്കാൻ 50 ലക്ഷം. മാലിന്യ സംസ്കരണത്തിന് പദ്ധതി. തെരുവു നായ്ക്കളുടെ ഷെൽട്ടർ സ്ഥാപിക്കാൻ 3 കോടിയാണ് ബജറ്റിലുള്ളത്. പുതിയ ABC കേന്ദ്രങ്ങൾക്കും 3 കോടിയുണ്ട്. മാലിന്യ പരിപാലനത്തിന് 2 കോടി. ആഗ്രസാധനങ്ങളുടെ വിപുലമായ സ്വാപ്പ് മാളും ഒരുക്കും. കരമനയാർ, തെറ്റിയാർ, പാർവതി പുത്തനാർ, ആമയണച്ചാൻ തുടങ്ങിയവയെ 2035 ഉപയോഗ യോഗ്യമാക്കി മാറ്റുന്ന അനന്തതീർത്ഥം പദ്ധതിക്ക് 2 കോടി. ബയോഗ്യാസ് പ്ലാന്റിന് 5 കോടി. വെള്ളക്കെട്ട് നവീകരണത്തിന് 5 കോടി. സ്പിരിച്വൽ ടൂറിസം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, വെട്ടുകാട് പള്ളി, ഭീമാപള്ളി എന്നിവ കേന്ദ്രീകരിച്ച് സ്പിരിച്വൽ ടൂറിസം ഒരുക്കാൻ 50 ലക്ഷം. ശുചിത്വം, ലൈറ്റിംഗ്, പാതകൾ എന്നിവ ഉറപ്പാക്കും. കോർപ്പറേഷന്റെ ബജറ്റ് കേവലം ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക കണക്കല്ലെന്ന് മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് പറഞ്ഞു. നാടിന്റെ വികസന സ്വപ്നമാണിത്. നിരവധി മേഖലകളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ ബജറ്റിലൂടെ സാധിച്ചു. ഏറ്റവും കൂടുതൽ നമ്മളെ തേടി വന്നത് വീടില്ലാത്തവരാണ്. കുറെ അധികം പേർക്ക് ഭൂമിയും വീടുമില്ല. 2000 പേർക്ക് ഭൂമി ലഭിച്ചെങ്കിലും വീട് വയ്ക്കാനുള്ള സാഹചര്യവുമില്ല. PMAY പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടാത്തതിനാൽ അർഹരായവർക്ക് വീട് കിട്ടുന്നില്ല. സർക്കാരിന്റെ രാഷ്ട്രീയ പിടിവാശി കാരണം ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഭൂമി ലഭിച്ച 2000 പേർക്ക് വീട് കൊടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ലഭ്യമായില്ലെങ്കിൽ കോർപ്പറേഷൻ ഫണ്ടിൽ നിന്നും PM ഭവന യോജന എന്ന പേരിൽ പദ്ധതി നടപ്പാക്കും. ഇതിന് 20 കോടി നീക്കിവച്ചിട്ടുണ്ടെന്ന് മേയർ വ്യക്തമാക്കി. ആരോഗ്യ മേഖലയും നിരവധി പദ്ധതികളാണ് കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. 101 വാർഡുകളിൽ 40 മുതൽ 50% മരുന്നുകൾക്ക് വില കുറച്ച് ലഭിക്കുന്ന അമൃത് ഫാർമസികൾ സ്ഥാപിക്കും. 2 വാർഡുകൾ ചേർന്ന് 50 കേന്ദ്രങ്ങളിൽ പ്രൈം ഹെൽത്ത് ലാബുകൾ തുടങ്ങും. മിതമായ വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നതിനായി അഡൽ സൂപ്പർ മാർക്കറ്റ്, 20 രൂപയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി അഡൽ ക്യാന്റീൻ എന്നിവ തുടങ്ങും. കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടം ചോർന്നൊലിക്കുന്നുവെന്നും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. നഗരവികസന വിദഗ്ധരുടെ നിർദ്ദേശം തേടിയാകും കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. നഗരത്തിൽ 200 ഇടങ്ങളിൽ ശുചിമുറികൾ നിർമ്മിക്കും. നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികൾ നിലനിർത്തിക്കൊണ്ടായിരിക്കും പുതിയവ ആരംഭിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.